السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയുടെ ഉന്നതമായ നിലവാരത്തെ സംബന്ധിച്ച അവിടുത്തെ ഉത്തമ മാതൃകയെക്കുറിച്ചും സത്യവിശ്വാസികൾക്കുള്ള ഉപദേശത്തെയും നിർദ്ദേശത്തെയും കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില കാര്യങ്ങൾ കൂടി പ്രസ്താവിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സത്യസന്ധതയുടെ ഏത് ഉന്നതമായ തലങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു. ഹഫ്സ് ബിൻ ആസിം നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, ഒരാൾ കേട്ട കാര്യങ്ങളെല്ലാം ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് തന്നെ അയാൾ കള്ളനാണെന്നതിന് മതിയായ ലക്ഷണമാണ്. ഇപ്പോൾ നോക്കുക, ഈ ശീലം പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നു. ജമാഅത്തിലും ഈ തിന്മ ചില ആളുകളിൽ വളരെ കൂടുതലായിട്ടുണ്ട്. എനിക്കും ചിലർ എഴുതാറുണ്ട്, ഒരാൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്തു എന്നിങ്ങനെ. എന്നാൽ അന്വേഷണം നടത്തുമ്പോൾ ആ കാര്യം തെറ്റാണെന്ന് തെളിയുന്നു. ഈ കാര്യം തെറ്റാണല്ലോ, നിങ്ങളോട് ആരാണിത് പറഞ്ഞത് എന്ന് എഴുതിയ ആളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കേട്ടതാണ് എന്നവർ മറുപടി നൽകുന്നു. വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവർ ആകെ ബഹളമുണ്ടാക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരക്കാരെ നുണന്മാരായാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടതാണ്. പിന്നീട് ഒരു നിവേദനത്തിൽ വരുന്നു, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് കള്ളം പറയുന്നതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു സ്വഭാവവും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ കള്ളം പറഞ്ഞാൽ ആ കാര്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ തങ്ങുമായിരുന്നു. അയാൾ കള്ളമാണ് പറഞ്ഞതെന്ന് നബി തങ്ങൾ അറിയുന്ന പക്ഷം അതിൽ അങ്ങേയറ്റം വേദന അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. അയാൾ അതിൽ നിന്ന് തോബ ചെയ്തുവെന്നും സ്വയം പരിഷ്കരണം വരുത്തിയെന്നും കള്ളം പറയുന്നതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തുടങ്ങിയെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധ്യപ്പെടുന്നതുവരെ അതേക്കുറിച്ച് മനസ്സിൽ വേവലാതി ഉണ്ടാകുമായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, ഹസ്രത്ത് അസ്മാ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, ഒരു സ്ത്രീ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, എനിക്കൊരു സപത്നിയുണ്ട്, അതായത് എൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ പോലും ഭർത്താവ് എനിക്ക് ധാരാളം നൽകുന്നുണ്ട് എന്ന് അവളോട് പ്രകടിപ്പിക്കുന്നതിൽ എനിക്ക് വല്ല പാപമുണ്ടോ? അതായത് അവളെ ദേഷ്യം പിടിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും വേണ്ടി മാത്രം എനിക്ക് ഭർത്താവ് അതുമിതുമൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കുറ്റമുണ്ടോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, തനിക്ക് ലഭിക്കാത്ത കാര്യങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നത് കളവിൻ്റെ 2 വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെയാണ്. കാരണം വൈകാരികമായി വേദനിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനുമാണ് ആ സ്ത്രീ അപ്രകാരം സംസാരിച്ചത്. ഏതായാലും നിബിതങ്ങൾ പ്രസ്താവിക്കുന്നു, ഇത് തികച്ചും തെറ്റായ കാര്യമാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വസ്ത്രമെന്ന വാക്ക് ഇവിടെ ഒരു ഉദാഹരണമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം ആ വ്യക്തി കള്ളവും ചതിയും പ്രവർത്തിക്കുന്നവനാണ് എന്നാണ്.
അയാൾ കളവിൻ്റെ 2 വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, ഒന്ന് മേൽവസ്ത്രമായും മറ്റൊന്ന് കീഴ്വസ്ത്രമായും. അതായത് അയാൾ അടിമുടി ഒരു കള്ളനാണ്. നിബിതങ്ങൾ വളരെ സൂക്ഷ്മമായ രീതിയിൽ കളവിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തൻ്റെ അനുയായികളെ ഉപദേശിച്ചു. അബ്ദുല്ലാഹിബ്നു അംർ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, 4 സ്വഭാവങ്ങൾ ആരിലുണ്ടോ അവൻ പൂർണ്ണമായ മുനാഫിക്കാകുന്നു. ആരിൽ ഈ സ്വഭാവങ്ങളിൽ ഒന്നുണ്ടോ അത് ഉപേക്ഷിക്കുന്നതുവരെ അവനിൽ കപടതയുടെ ഒരംശമുണ്ടായിരിക്കും. അവനെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അവർ വഞ്ചന കാണിക്കും. സംസാരിക്കുമ്പോൾ കള്ളം പറയും. കരാർ ചെയ്താൽ അത് ലംഘിക്കും. വഴക്കിട്ടാൽ അസഭ്യം പുലമ്പും. ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ടോ അല്ലാതെയോ കളവിലേക്ക് നയിക്കുന്നവയോ കളവിൻ്റെ പ്രകടനമോ ആണ്. അതിനാൽ ഇത്തരം സ്വഭാവദൂഷ്യങ്ങൾ കാപട്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മിൽ ഈ ബലഹീനതകൾ എത്രത്തോളമുണ്ടെന്ന് നാം സ്വയം പരിശോധിക്കണം. കാരണം ഇവ കാപട്യത്തിലേക്ക് നയിക്കുന്നവയാണ്. ഒരു മനുഷ്യനും കപടവിശ്വാസി എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുകയില്ല. പിന്നീട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ച് നബിതങ്ങൾ വളരെയധികം മുന്നറിയിപ്പ് നൽകി. സമറ ബിൻ ജുൻദുബ് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബികളോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അള്ളാഹു ഉദ്ദേശിക്കുന്നവർ നബിതങ്ങളോട് അത് വിവരിക്കുമായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ നബിതങ്ങൾ തന്നെക്കുറിച്ച് പ്രസ്താവിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ ഒരു കാഴ്ച കണ്ടു. 2 പേർ എൻ്റെ അടുക്കൽ വരികയും എന്നെ എഴുന്നേൽപ്പിച്ച് കൂടെ വരാൻ പറയുകയും ചെയ്തു. ഞാൻ അവർക്കൊപ്പം നടന്നു. അപ്പോൾ ഒരാൾ കഴുത്തിൻ്റെ പിൻഭാഗം അമർത്തി മലർന്നു കിടക്കുന്നത് കണ്ടു. മറ്റൊരാൾ പ്ലയർ പോലുള്ള ഒരു ഇരുമ്പ് കൊളുത്തുമായി അവൻ്റെ അടുത്തു നിൽക്കുന്നു. അവൻ ആ കിടക്കുന്നവൻ്റെ വായുടെ ഒരു ഭാഗത്ത് കൊളുത്തിട്ട് താടിയെല്ല് മുതൽ പിൻകഴുത്ത് വരെ കീറുന്നു. അവൻ്റെ മൂക്കിൻ്റെ ഒരു ഭാഗവും പിൻകഴുത്ത് വരെ കീറുന്നു. അവൻ്റെ ഒരു ഭാഗത്തെ കണ്ണും പിൻകഴുത്ത് വരെ കീറുന്നു. ആദ്യം വലതുഭാഗത്തായിരുന്നു കീറി മുറിച്ചത്, ശേഷം ഇടതുഭാഗത്തും അത് തന്നെ ആവർത്തിക്കുന്നു. കവിൾ ഒരു ഭാഗം കീറി തീർത്ത് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ആദ്യം കീറിയ ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്നു. പിന്നീട് അവൻ വീണ്ടും അത് ആവർത്തിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാ, ഇവർ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞു തരാം. താടിയെല്ലും മൂക്കും കണ്ണും പിൻകഴുത്ത് വരെ കീറപ്പെടുന്ന ആ വ്യക്തി രാവിലെ തന്നെ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി 4 പാടും എത്തുന്ന വിധത്തിൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്നവനാണ്. അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നവൻ. ചിലർ വെറും നാവിൻ്റെ സുഖത്തിനു വേണ്ടിയോ രസത്തിനു വേണ്ടിയോ ആണ് സംസാരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ സമൂഹത്തിൽ ഒരാളെ അപമാനിക്കാനോ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാനോ വേണ്ടി സംസാരിക്കുന്നു. ഇത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് എപ്പോഴും ഓർക്കണം. അള്ളാഹു അവരെ പിടികൂടുന്നു, അവരെ ശിക്ഷിക്കുന്നു. വളരെ ഭയപ്പെടേണ്ട കാര്യമാണിത്. വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. ഹക്കീം ബിൻ ഹിസാം നിവേദനം ചെയ്യുന്ന ഒരു വചനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, വിൽക്കുന്നവനും വാങ്ങുന്നവനും അവർ പിരിയുന്നതുവരെ ആ കച്ചവടം റദ്ദാക്കാൻ അധികാരമുണ്ട്. അതായത് കച്ചവടം നടന്നത് വേണ്ടെന്ന് വെക്കാൻ അനുവാദമുണ്ട്. കച്ചവട ശേഷം ഒരുമിച്ചുള്ള സമയം വരെ ഒഴിവാക്കാം. പിരിഞ്ഞുപോയ ശേഷം പാടില്ല. അവർ സത്യസന്ധത കാണിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ അവർ കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയും കള്ളം പറയുകയും ചെയ്താൽ ആ കച്ചവടത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. മിക്കവാറും കച്ചവട തർക്കങ്ങൾ കള്ളം പറയുന്നതിലൂടെയാണ് ഉടലെടുക്കുന്നത്. അള്ളാഹു അത്തരക്കാരുടെ കാര്യങ്ങളിലും കച്ചവടത്തിലും ബർക്കത്ത് നൽകുകയില്ല. ദുനിയാവിൽ അവർക്ക് നഷ്ടം സംഭവിക്കുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ പാപികളാവുകയും ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പിന്നീട് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, ഒരു ദാസൻ കള്ളം പറയുമ്പോൾ അവൻ പ്രവർത്തിച്ച ആ കുറ്റം കാരണം ഉണ്ടാകുന്ന ദുർഗന്ധം മൂലം മലക്ക് അവനിൽ നിന്ന് 1 മൈൽ ദൂരം വരെ അകന്നു പോകുന്നു. മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് അബൂ ഹുറൈറ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ധ്യാനക്കൂനയുടെ അടുക്കലൂടെ നടന്നു പോവുകയായിരുന്നു. നബി തങ്ങൾ കൈ അതിനുള്ളിലേക്കിട്ടു.
അപ്പോൾ വിരലുകളിൽ ഈർപ്പം അനുഭവപ്പെട്ടു. നബിതങ്ങൾ ചോദിച്ചു, അല്ലയോ ധാന്യത്തിൻ്റെ ഉടമസ്ഥ, താങ്കൾ വിൽക്കുന്ന ഈ ധാന്യത്തിൻ്റെ ഉള്ളിൽ എന്താണ് നനവ്? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ, അതിൽ മഴ നനഞ്ഞതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, എങ്കിൽ ആളുകൾക്ക് കാണാൻ പാകത്തിൽ താങ്കൾ അത് മുകളിൽ വെക്കാമായിരുന്നില്ലേ? എന്തിനാണ് അത് ഒളിപ്പിച്ച് താഴെ വെച്ചത്? ആര് വഞ്ചന കാണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നിബിതങ്ങൾ പ്രസ്താവിച്ചു. ബിസിനസ് ചെയ്യുന്നവർ എത്രത്തോളം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിൽ നിബിതങ്ങൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിച്ച നിലവാരമാണിത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് മുസ്ലിങ്ങൾ തന്നെയാണ് വഞ്ചനയിലൂടെയും കളവിലൂടെയും ലോകത്ത് ചീത്തപ്പേര് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ യഥാർത്ഥ ഈമാൻ കൈക്കൊണ്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയുടെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതുപോലെ, ഇതില്ല എങ്കിൽ നിങ്ങൾ എന്നിൽപ്പെട്ടവരല്ല, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. സത്യസന്ധതയെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ അനേകം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിബിധങ്ങൾ നൽകിയിട്ടുണ്ട്. സത്യസന്ധത പൂർണ്ണമായി മുറുകെ പിടിക്കുന്നതുവരെ ഒരാൾക്കും യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല. നിബിധങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സത്യം പറയുന്നതിലും വിശ്വസ്തതയിലും അങ്ങേയറ്റം മികച്ചു നിന്നതിനാൽ ജനങ്ങൾക്കിടയിൽ സ്വാദിഖ് എന്നും അമീൻ എന്നും പ്രശസ്തനായിരുന്നു. ഒരു ഗ്രന്ഥകാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിലാണ് നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് മുമ്പ് ആ ജനതയിലേക്ക് താക്കീതുകാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾ വിഗ്രഹങ്ങളെയും ദുഷ്ടശക്തികളെയും ആരാധിക്കുന്നവരായിരുന്നു. അത്തരമൊരു ജനതയുടെ ഇടയിൽ ശൈത്താന്റെ സംഘത്തിൻ്റെയും വിഗ്രഹാരാധകരുടെയും കൂട്ടത്തിൽ വളർന്നിട്ടും കുട്ടിക്കാലം മുതൽക്കേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവേകവും ജ്ഞാനവും നൽകപ്പെട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിഗ്രഹങ്ങളിലേക്ക് ആകൃഷ്ടനാവുകയോ അവരുടെ ഉത്സവങ്ങളിൽ പങ്കുചേരുകയോ ചെയ്തില്ല. നബി തിരുമേനിയിൽ നിന്ന് ആരും ഒരിക്കലും കള്ളം കേട്ടിട്ടില്ല. ജനങ്ങളുടെ ദൃഷ്ടിയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സദൂഖ്, അമീൻ, ക്ഷമാശീലൻ, ദയാലു ഒക്കെയായിരുന്നു. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ പോലും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നിയോഗിച്ചിരുന്നത് എന്ന് നിവേദനങ്ങളിൽ കാണാം. ഈ കാര്യത്തെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവത്തെ സംബന്ധിച്ച മൊത്തത്തിലുള്ള സാക്ഷ്യം അവിടുത്തെ ജനത നൽകിയതാണ്. അതായത് നുബുവത്ത് വാദത്തിനു മുമ്പ് തന്നെ അവിടുത്തെ ജനത അവിടുത്തേക്ക് അമീനെന്നും സ്വാദിഖ് എന്നും പേര് നൽകിയിരുന്നു. ലോകത്ത് അവിശ്വസ്തരാണെന്ന് തെളിയിക്കപ്പെടാത്ത ധാരാളം ആളുകൾ ഉണ്ടാകാം. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാൻ അവസരം ലഭിക്കാത്തവരും ധാരാളം ഉണ്ടാകാം. അങ്ങനെയുള്ളവർ സാധാരണ പരീക്ഷണങ്ങളിൽ വിശ്വസ്തത പുലർത്തിയേക്കാം. എന്നിരുന്നാലും അവരുടെ ജനത അവർക്ക് പ്രത്യേകമായൊരു പേര് നൽകാറില്ല. കാരണം ഒരാൾ ഏതെങ്കിലും സവിശേഷ ഗുണത്തിൽ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രത്യേക നാമങ്ങൾ നൽകപ്പെടുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭടന്മാരും സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ജനത എല്ലാ ഭടന്മാർക്കും വിക്ടോറിയ ക്രോസ് നൽകുന്നില്ല. ജർമ്മൻ ജനത എല്ലാ ഭടന്മാർക്കും ആര്യൻ ക്രോസ് നൽകുന്നില്ല. ഫ്രാൻസിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ലീജിയൻ ഓഫ് ഓണർ ലഭിക്കുന്നില്ല. അതിനാൽ ഒരാൾ കേവലം വിശ്വസ്തനോ സത്യവാനോ ആയിരിക്കുക എന്നത് അയാളുടെ മഹത്വത്തിലേക്ക് പ്രത്യേകമായി വെളിച്ചം വീശുന്നില്ല. എന്നാൽ ഒരു ജനത മുഴുവൻ ഒരാളെ അമീനെന്നും സ്വാദിഖ് എന്നും വിളിക്കുക എന്നത് അസാധാരണമായ കാര്യമാണ്. മക്കയിലെ ജനത എല്ലാ തലമുറയിലും ആർക്കെങ്കിലും ഇത്തരത്തിൽ പേര് നൽകുമായിരുന്നുവെങ്കിൽ പോലും ആ പേര് ലഭിക്കുന്ന ആൾ വലിയൊരാളായി പരിഗണിക്കപ്പെടുമായിരുന്നു. എന്നാൽ അറബ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറബികൾ ഓരോ തലമുറയിലും ആർക്കും ഇത്തരമൊരു പേര് നൽകാറില്ലായിരുന്നു എന്നാണ്. അറബികളുടെ നൂറുകണക്കിന് വർഷത്തെ ചരിത്രത്തിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണ് അറബ് ജനത അമീനെന്നും സ്വാദിഖ് എന്നും പേര് നൽകിയത് എന്ന ഒരേ ഒരു ഉദാഹരണം മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അറബികളുടെ നൂറുകണക്കിന് വർഷത്തെ ചരിത്രത്തിൽ ഒരു ജനത ഒരേയൊരു വ്യക്തിക്ക് മാത്രം അമീനെന്നും സ്വാദിഖ് എന്നും പേര് നൽകിയത് കാണിക്കുന്നത് അവിടുത്തെ വിശ്വസ്തതയും സത്യസന്ധതയും അത്രമേൽ ഉന്നതമായിരുന്നു എന്നാണ്. അറബികളുടെ അറിവിൽ മറ്റൊരു വ്യക്തിയിലും ഇതിന് ഉദാഹരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്വഭാവത്താൽ അറബികൾ ലോകത്ത് പ്രശസ്തരായിരുന്നു. അതിനാൽ അവർ എന്തിനെയെങ്കിലും അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ലോകത്ത് അത്യപൂർവം എന്ന് കരുതപ്പെടാൻ യോഗ്യമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുന്നു. ഏത് വശത്തു നിന്ന് നോക്കിയാലും കള്ളസാക്ഷികളെ ഉണ്ടാക്കുന്നു. കള്ള കേസ് കൊടുക്കുക എന്നതിപ്പോൾ ഒരു നിസ്സാര കാര്യമായിരിക്കുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു, വ്യാജ പ്രമാണങ്ങൾ ചമയ്ക്കുന്നു. എന്തെങ്കിലും കാര്യം വിവരിക്കുമ്പോൾ സത്യത്തിൻ്റെ വശം ഒഴിവാക്കി തങ്ങൾക്ക് ലാഭമുള്ള രീതിയിൽ സംസാരിക്കും. സത്യം ഉപേക്ഷിക്കുകയും കള്ളങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കാത്തവരോട് ചോദിക്കേണ്ടതുണ്ട്, ഇതാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതം? അള്ളാഹു കളവിനെ അശുദ്ധി എന്നാണ് വിളിച്ചത്. അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കൽപ്പിച്ചു. ഇജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ. ബിംബാരാധനയോടൊപ്പമാണ് കള്ളത്തെ ചേർത്ത് വച്ചിരിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് കല്ലിലേക്ക് തിരിയുന്നത് പോലെയാണ് ഇതും. അതായത് അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. കാരണം ഇതൊരു വലിയ തിന്മയാണ്. കള്ളം പറയുക എന്നതും നിങ്ങൾ അശുദ്ധിയിൽ വീഴുന്നത് പോലെയും തെറ്റായ കാര്യങ്ങളിൽ അകപ്പെടുന്നത് പോലെയും തന്നെയാണ്. ബിംബാരാധന തെറ്റായ കാര്യമാണ്, മ്ലേച്ഛമായ കാര്യമാണ്. വിഡ്ഢിയായ മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് കല്ലിനെ വണങ്ങുന്നത് പോലെ തന്നെ സത്യസന്ധതയും നേരും ഉപേക്ഷിച്ച് സ്വന്തം കാര്യസാധ്യത്തിനായി കള്ളത്തെ ഒരു വിഗ്രഹമാക്കുന്നു. ഇതുകൊണ്ടാണ് അള്ളാഹു ഇതിനെ വിഗ്രഹാരാധനയോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നത്. വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിൽക്കുക, കാരണം അതൊരു വലിയ പാപമാണ്. കള്ളം പറയുന്നതും അതിന് തുല്യമാണ്. ഒരു വിഗ്രഹാരാധകൻ വിഗ്രഹത്തിലൂടെ രക്ഷ തേടുന്നത് പോലെ കള്ളം പറയുന്നവനും തൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിഗ്രഹം നിർമ്മിക്കുന്നു. ഈ വിഗ്രഹത്തിലൂടെ തനിക്ക് രക്ഷ ലഭിക്കുമെന്ന് അവൻ കരുതുന്നു. എത്ര വലിയ നാശമാണ് വന്നെത്തിയിരിക്കുന്നത്! എന്തിനാണ് വിഗ്രഹാരാധികളാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അശുദ്ധി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, ഇതില്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. വിഗ്രഹമാകുന്ന ഈ മാലിന്യത്തെയും അശുദ്ധിയെയും ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല? ലാഭങ്ങൾ കൊയ്യാൻ ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നു എന്നവർ പറയുന്നു. അവിടുന്ന് പ്രസ്താവിച്ചു, കള്ളത്തിന്മേലാണ് ജീവിതം നിലനിൽക്കുന്നത് എന്ന് കരുതുന്നതിനേക്കാൾ വലിയ നിർഭാഗ്യം വേറെന്തുണ്ട്? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, അവസാനം സത്യം മാത്രമാണ് വിജയിക്കുന്നത്. നന്മയും വിജയവും അതിനുള്ളതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് വിവരിക്കവേ ഹസ്രത്ത് മുസ്ലിം മൗഊദ് ഒരിടത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് പ്രകാരം വഹി ലഭിച്ചുവെന്ന് തൻ്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ, ഇതെന്ത് പ്രഹസനമാണ് താങ്കൾ കാണിക്കുന്നത് എന്നല്ല അവർ ചോദിച്ചത്. മറിച്ച് അവർ പ്രസ്താവിച്ചു, അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല, അങ്ങ് കണ്ടത് സത്യമാണ്. അള്ളാഹു അങ്ങയെ ഒരിക്കലും പാഴാക്കുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നു, നിരാലംബരുടെ ഭാരം ചുമക്കുന്നു, നന്മകളെ പുനഃസ്ഥാപിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, സത്യത്തെ പിന്തുണയ്ക്കുന്നു, സത്യത്തെയും നീതിയെയും ഉയർത്തിപ്പിടിക്കുന്നു. തുടർന്ന് ഖദീജ ബീവി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ സഹോദരൻ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഇസ്രായേലി വിജ്ഞാനങ്ങളിൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇത് കേട്ട ഉടൻ പ്രസ്താവിച്ചു, ഇത് മൂസാ നബിക്ക് ലഭിച്ചതുപോലെയുള്ള വഹി തന്നെയാണ്. മൂസാ നബിക്ക് ലഭിച്ച വഹിയിന് സമാനമായ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഇതിലും അടങ്ങിയിരിക്കുന്നത്. പിന്നീട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില സാക്ഷ്യങ്ങൾ കൂടി വിവരിച്ചു. അതിലൊന്ന് വറഖത്ത് ബിൻ നൗഫലിൻ്റേതായിരുന്നു. വീടിനുള്ളിൽ തന്നെ യൗവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിർ സഹോദര പുത്രനുണ്ടായിരുന്നു. യുവാക്കൾക്കിടയിൽ പ്രബോധനം നടത്താൻ ഏറ്റവും അനുയോജ്യനായ ഒരാൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്രത്ത് ഖദീജയും വളരെ ഗൗരവത്തോടെ ഈ സുപ്രധാനമായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ
അദ്ദേഹം വളരെ വിനയത്തോടെ മുന്നോട്ട് വന്ന് ഇപ്രകാരം പ്രസ്താവിച്ചു: നിശ്ചയമായും അങ്ങ് സത്യവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു താങ്കളോട് സംസാരിച്ചിരിക്കുന്നുവെന്നും ലോകത്തിൻ്റെ പരിഷ്കരണത്തിനായി താങ്കളെ നിയോഗിച്ചിരിക്കുന്നുവെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയിൽ ആകൃഷ്ടനായി മാതാപിതാക്കൾ ഉപേക്ഷിച്ച് അവിടുത്തെ വാതിൽ പടിക്കൽ കഴിയുന്ന ഒരു മോചിതനായ അടിമയുടെ സാക്ഷ്യമാണ് വരുന്നത്. പതുക്കെ നടക്കുന്ന ഈ സംസാരങ്ങൾ കേൾക്കുകയും തൻ്റെ യജമാനൻ്റെ മുഖത്ത് ചിന്തയുടെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന് തൻ്റെ യജമാനൻ്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: എൻ്റെ യജമാനനെ, അങ്ങ് കണ്ടത് തന്നെ സംഭവിക്കും. താങ്കൾ പ്രസ്താവിച്ചത് സത്യമാണ്. അങ്ങ് കണ്ടതും സത്യമാണ്. അങ്ങയെപ്പോലെയുള്ള ഒരു മനുഷ്യനോട് പ്രകൃതി ഒരിക്കലും ചതി കാണിക്കുകയില്ല. അങ്ങ് ആപാദചൂടും സത്യമാണ്. താങ്കളെ പ്രകൃതി എങ്ങനെ വഞ്ചിക്കാനാണ്? അങ്ങയുടെ കൈകളിലൂടെ ലോകം പരിഷ്കരിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എനിക്കും അങ്ങയുടെ കൂടെ കഴിയാനും സേവനം ചെയ്യാനും അനുവാദം നൽകിയാലും. പിന്നീട് മറ്റൊരു സാക്ഷ്യം ഒരൊറ്റ സുഹൃത്തിൻ്റെതാണ്. ഒരേ ചിപ്പിക്കുള്ളിൽ വളർന്ന രണ്ട് മുത്തുകൾ പോലെയായിരുന്നു അവർ. തൻ്റെ സുഹൃത്ത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയെന്നും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടാകാമെന്നും ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് വാതിൽ തുറപ്പിച്ചു ചോദിച്ചു: ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു: ദൈവത്താണ്, എനിക്ക് തെളിവുകളൊന്നും നൽകേണ്ടതില്ല. ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: എൻ്റെ സത്യവാനായ സുഹൃത്തെ, അങ്ങയുടെ ദൗത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. തെളിവുകൾ നൽകിക്കൊണ്ട് എൻ്റെ വിശ്വാസത്തെ അങ്ങ് സംശയിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അങ്ങയുടെ സത്യസന്ധത ഞാൻ അത്രത്തോളം കണ്ടറിഞ്ഞതാണ്. ഇനി തെളിവുകളുടെ ആവശ്യമില്ല. തുടർന്ന് ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു: എൻ്റെ സുഹൃത്തെ, അങ്ങയുടെ മുഖം കണ്ടിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങയുടെ വാക്കിനെ സംശയിക്കാൻ കഴിയുക? ഇതിൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞതുപോലെ, ലം യഅതി റജുലും ഖത്തു ബിമിസ്ലിഹി മാ ജിഅത ബിഹി ഇല്ലാ ഊസിയ. അതായത് ഇത്തരം ഒരു സന്ദേശവുമായി വന്ന ഒരാളും ജനങ്ങളുടെ എതിർപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തന്ത്രം നോക്കൂ. ഈ എതിർപ്പിൻ്റെ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എപ്രകാരമാണ് അങ്ങേക്ക് കൂട്ടുകാരെ നൽകിയത്. മക്കയിലെ താമസക്കാരിൽ ഇസ്രായേലി വിജ്ഞാനങ്ങളിൽ പണ്ഡിതനായിരുന്ന വറഖത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങയുടെ മുന്നിൽ കീഴടങ്ങി. ജീവിത പങ്കാളി ഖദീജ വഹ്യ് കേട്ടയുടൻ അങ്ങയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങയുടെ കുടുംബത്തിലെ സ്വഭാവ മഹിമകൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ബാലനായ സഹോദരൻ അലി തൻ്റെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു. അങ്ങയുടെ ഇടപാടുകളെയും ദരിദ്രരോടുള്ള പെരുമാറ്റത്തെയും കുറിച്ച് ആഴത്തിൽ നിരീക്ഷിച്ചിട്ടുള്ള മോചിതനായ അടിമ സെയ്ദ് അങ്ങയുടെ സത്യസന്ധതയ്ക്ക് സത്യം ചെയ്യാൻ തുടങ്ങി. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തും മക്കയുടെ ഉപകാരിയും മാന്യതയുടെ പ്രതീകവുമായ അബൂബക്കർ അങ്ങ് വഹീനെക്കുറിച്ച് അവകാശപ്പെട്ടു എന്ന് കേട്ട മാത്രയിൽ തന്നെ അടിമത്തത്തിൻ്റെ മാലയണിഞ്ഞ് അങ്ങയുടെ വാതിൽ പടിക്കൽ വന്നു നിന്നു. ഭക്തിയുടെയും ആത്മാർത്ഥതയുടെയും ഈ സമാനതകളില്ലാത്ത പ്രകടനം അങ്ങയുടെ ഹൃദയത്തിൽ എത്രത്തോളം സന്തോഷം നൽകിയിട്ടുണ്ടാകും. മക്കക്കാരുടെ ബഹളവും പരിഹാസവും കേൾക്കുമ്പോൾ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുമായിരുന്നു: ഇത് എന്നെ അറിയാത്ത നിങ്ങളുടെ വിധിയാണ്. എന്നെ മന്ത്രവാദിയെന്നും ജാലവിദ്യക്കാരനെന്നും മറ്റും വിളിക്കുന്നവർ എന്നെ അറിയുന്നവരുടെ സാക്ഷ്യം കൂടി ഒന്ന് കേട്ടു നോക്കൂ. അവർ എപ്രകാരമാണ് എനിക്ക് ചുറ്റും സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്നത് എന്ന്. മൂസാ നബി തൻ്റെ ഭാരം ചുമക്കാൻ ഒരു സഹായിയെ നൽകണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് മൂസായുടെ അനുയായികളെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മൂസാ നബിയുടെ ഉദാഹരണം നൽകിയത്. മൂസാ നബി പ്രാർത്ഥിച്ചാണ് ഒരു സഹായിയെ ചോദിച്ചതെങ്കിൽ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പ്രാർത്ഥിക്കാതെ തന്നെ 5 സഹായികളെ നൽകി. അങ്ങയുടെ ഭാരം ലഘൂകരിക്കുന്നതിൽ അത്യുജ്വലമായി പ്രവർത്തിച്ച സഹായികളായിരുന്നു അവർ. വറഖത്ത് ബിൻ നൗഫൽ പെട്ടെന്ന് തന്നെ വഫാത്തായിരുന്നെങ്കിലും അങ്ങയുടെ സത്യസന്ധതയ്ക്ക് മായാത്ത ഒരു സാക്ഷ്യം നൽകി. ഹസ്രത്ത് ഖദീജ അതിനുശേഷം 12 വർഷത്തോളം ഒരു സ്ത്രീയായിരുന്നിട്ടും ധീരയായ പുരുഷന്മാർ പോലും തലകുനിച്ചു പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. സെയ്ദ് 20 വർഷത്തോളം
സമാനതകളില്ലാത്ത ത്യാഗത്തിൻ്റെ മാതൃക കാണിക്കുകയും അവസാനം വാൾത്തലപ്പുകൾക്ക് മുന്നിൽ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികൾ എങ്ങനെയായിരിക്കണമെന്ന് തെളിയിക്കുകയും ചെയ്തു. അബൂബക്കറും അലിയും അങ്ങയുടെ വഫാത്തിനു ശേഷം നിലകൊള്ളുകയും ഖലീഫമാരായി തീർന്ന് തങ്ങളുടെ സഹായി എന്ന പദവി പുതിയൊരു ശൈലിയിൽ തെളിയിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃക വിവരിച്ചുകൊണ്ട് ഒരിടത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ഒരു സത്യസന്ധൻ്റെയും സച്ചരിതൻ്റെയും സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സ് തന്നെയാണ്. അത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ശത്രുക്കളെയും മിത്രങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. അപരിചിതരോടും രഹസ്യം അറിയുന്നവരോടും പറയുന്നു: എന്നെ നോക്കൂ, എന്നെ കള്ളനാക്കുന്നതിന് മുമ്പ് ചിന്തിക്കൂ. നിങ്ങൾക്ക് എന്നെ കള്ളനാക്കാൻ സാധിക്കുമോ? എന്നെ കള്ളനാക്കുന്നതിലൂടെ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മാർഗങ്ങളും നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ലേ? എന്നെ വ്യാജവാദി എന്ന് വിളിക്കുന്നതിലൂടെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുമായിരുന്ന എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു പോവുകയില്ലേ? ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമമുണ്ട്. ഓരോന്നിനും ഓരോ ഘട്ടങ്ങളുണ്ട്. നന്മയ്ക്ക് അതിൻ്റെ മധ്യഘട്ടങ്ങൾ ഒഴിവാക്കി പൂർണ്ണതയിലെത്താൻ കഴിയില്ല. തിന്മക്കും അതിൻ്റെ ഇടയിലുള്ള ഘട്ടങ്ങൾ വിട്ടുകടന്ന് അന്ത്യത്തിലെത്താൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പടിഞ്ഞാറോട്ട് ഓടുന്ന ഒരാൾ പെട്ടെന്ന് കിഴക്കേ അറ്റത്ത് സ്വയം കാണപ്പെടുക എന്നത് എങ്ങനെ സാധ്യമാകും? ഒരാൾ ഒരു വശത്തേക്ക് ഓടുകയും മറ്റൊരിടത്തെത്തുകയും ചെയ്യുക എന്നത് അസാധ്യമാണ്. തെക്കോട്ട് പോകുന്ന ഒരാൾ വടക്കേ ചക്രവാളത്തിൽ നിൽക്കുന്നത് കാണാൻ കഴിയുകയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്കിടയിലാണ് ചെലവഴിച്ചത്. ഞാൻ കുട്ടിയായിരുന്നു, നിങ്ങളുടെ കൈകളിലാണ് ഞാൻ വളർന്നത്. ഞാൻ യുവാവായിരുന്നു, നിങ്ങളുടെ മുന്നിലാണ് ഞാൻ മധ്യവയസ്കനായത്. എൻ്റെ ഏകാന്തതയിലെയും സദസ്സിലെയും സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എൻ്റെ ഒരു പ്രവൃത്തിയും നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ഒരു വാക്കും നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രഖ്യാപനം നടത്തുകയാണ്: ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറയുകയോ അക്രമം പ്രവർത്തിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ആരുടെയെങ്കിലും അവകാശം തട്ടിയെടുക്കുകയോ സ്വന്തം വലുപ്പം ആഗ്രഹിക്കുകയോ അധികാരം നേടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ആരെങ്കിലുമുണ്ടോ? എല്ലാ മേഖലകളിലും നിങ്ങൾ എന്നെ പരീക്ഷിച്ചു, എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ എന്നെ വിലയിരുത്തി. എന്നാൽ എല്ലായ്പ്പോഴും എൻ്റെ പാദങ്ങളെ നേരായ മാർഗത്തിൽ മാത്രമാണ് നിങ്ങൾ കണ്ടത്. എല്ലായ്പ്പോഴും മിതത്തിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടു. എല്ലാ വൈകല്യങ്ങളിൽ നിന്നും എന്നെ പരിശുദ്ധനായി കണ്ടു. അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞാൻ അമീനെന്നും സ്വാദിഖ് എന്നും പേര് നേടി. എന്നിട്ടും ഇതെന്തൊരു കാര്യമാണ്! ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ അമീനും സ്വാദിഖും സത്യസന്ധനും കള്ളത്തിൽ നിന്ന് കാതങ്ങളകലെ നിൽക്കുന്നവനും സത്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവനുമായിരുന്നു. സത്യം എന്നെക്കുറിച്ച് അഭിമാനം കൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ വിശ്വസിച്ചിരുന്നു. എൻ്റെ എല്ലാ വാക്കുകളും നിങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് അത്രമാത്രം മാറ്റം സംഭവിച്ചുവെന്നു. ഞാൻ മോശക്കാരിലും മോശക്കാരനും അശുദ്ധരിലും അശുദ്ധനുമായി മാറിയെന്നു. കേവലം ഒരു അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് മാത്രം. ഒന്നുകിൽ ഞാൻ മനുഷ്യരോട് ഒരിക്കലും കള്ളം പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. ഇത്ര വലിയൊരു മാറ്റത്തിനും പരിവർത്തനത്തിനും പ്രകൃതി നിയമത്തിൽ എവിടെയെങ്കിലും ഉദാഹരണമുണ്ടോ? ഇത് 1-2 ദിവസത്തെ കാര്യമായിരുന്നുവെങ്കിൽ അഭിനയമാണെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. 1-2 വർഷത്തെ കാര്യമായിരുന്നുവെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗമാണെന്ന് പറയാമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നിങ്ങൾക്കിടയിൽ ചെലവഴിച്ചു. എൻ്റെ കുട്ടിക്കാലം നിങ്ങൾ കണ്ടു, എൻ്റെ യൗവനം നിങ്ങൾ വീക്ഷിച്ചു, വാർദ്ധക്യം ആരംഭിക്കുന്ന പ്രായം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇത്രത്തോളം അഭിനയവും കൃത്രിമത്വവും എങ്ങനെ സാധ്യമാകും? നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെ അഭിനയിക്കും? ഭ്രാന്തമായ പ്രായം എന്ന് വിളിക്കപ്പെടുന്ന യൗവനത്തിൽ ചതിയിലൂടെ എൻ്റെ അവസ്ഥയെ ഞാൻ എങ്ങനെ മറച്ചുവെക്കും? അല്പമെങ്കിലും ചിന്തിക്കൂ. ഈ ചതി എപ്പോൾ സംഭവിച്ചു? ആര് ചെയ്തു? നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ എൻ്റെ ജീവിതം നിഷ്കളങ്കവും കുറ്റമറ്റതുമായാണ് കാണുന്നതെങ്കിൽ അതിനെ നന്മയുടെ രൂപമായും സത്യസന്ധതയുടെ പ്രതീകമായും കാണുന്നുവെങ്കിൽ സൂര്യനെ നോക്കിക്കൊണ്ട് ഇത് രാത്രിയാണെന്ന് പ്രഖ്യാപിക്കരുത്. പകൽ വെളിച്ചം വന്നിരിക്കുന്നു,
ഇനി ഇത് രാത്രിയാണെന്ന് പറയരുത്. എൻ്റെ കാര്യങ്ങൾ നട്ടുച്ച വെളിച്ചം പോലെ വ്യക്തമാണ്. വെളിച്ചമുള്ളപ്പോൾ ഇരുട്ടിനെക്കുറിച്ച് പരാതിപ്പെടരുത്. എൻ്റെ വ്യക്തിത്വമല്ലാതെ മറ്റൊരു തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എൻ്റെ വ്യക്തിത്വം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. എൻ്റെ മുൻകാല സ്വഭാവങ്ങളല്ലാതെ മറ്റൊരു പ്രമാണത്തിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ഭൂതകാലം മുഴുവൻ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്നിട്ടും നിങ്ങൾ തെളിവ് ചോദിക്കുന്നു. എൻ്റെ മനസ്സ് എനിക്ക് തന്നെ സാക്ഷിയാണ്. എൻ്റെ ജീവിതം എനിക്ക് സാക്ഷിയാണ്. നിങ്ങളിൽ ഓരോരുത്തരും സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയവും ബുദ്ധിയും ഇതിന് സാക്ഷ്യം നൽകും. സത്യസന്ധത ഇതിൽ നിലനിൽക്കുന്നുവെന്നും ഇത് സത്യസന്ധതയാൽ നിലനിൽക്കുന്നുവെന്നും. സത്യത്തിന് ഇതിനെക്കുറിച്ച് അഭിമാനമുണ്ട്. ഇതിന് സത്യത്തെക്കുറിച്ചും അഭിമാനമുണ്ട്. സ്വന്തം സത്യസന്ധത തെളിയിക്കാൻ ഇതിന് മറ്റു കാര്യങ്ങളുടെ ആവശ്യമില്ല. ഇതിൻ്റെ ഉദാഹരണം സൂര്യൻ ഉദിക്കുന്നത് തന്നെയാണ് സൂര്യനുള്ള തെളിവ് എന്നതുപോലെയാണ്. ഈ വലിയ തെളിവാണ് ഹസ്രത്ത് അബൂബക്കറിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. ഇതേ ശക്തമായ തെളിവാണ് സത്യം അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവകാശവാദം ഉന്നയിച്ച സമയത്ത് ഹസ്രത്ത് അബൂബക്കർ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഒരു മോചിപ്പിക്കപ്പെട്ട ദാസി അദ്ദേഹത്തെ അറിയിച്ചു, അങ്ങയുടെ സുഹൃത്തിൻ്റെ ഭാര്യ പറയുന്നു അവളുടെ ഭർത്താവ് മൂസാ നബിയെ പോലെയുള്ള ഒരു നബിയായിരുന്നു എന്ന്. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി ചോദിച്ചു, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പ്രസ്താവിച്ചുവോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇത് കേട്ട ഉടൻ തന്നെ ഹസ്രത്ത് അബൂബക്കർ ആ അവകാശവാദം അംഗീകരിച്ചു. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിക്കുമായിരുന്നു, ഞാൻ ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സമോ ആലോചനയോ പ്രയാസമോ പ്രകടമാകുമായിരുന്നു. എന്നാൽ അബൂബക്കറിന് മുന്നിൽ ഇസ്ലാം സമർപ്പിച്ചപ്പോൾ അദ്ദേഹം അല്പം പോലും ശങ്കിച്ചില്ല. മറിച്ച് സ്വയം ഇസ്ലാം സ്വീകരിച്ചു. യാതൊരു അടയാളവും കാണുന്നതിനു മുമ്പ് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ ഹസ്രത്ത് അബൂബക്കറിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയ്ക്ക് തന്നെത്താൻ സാക്ഷ്യം നൽകുന്ന അവിടുത്തെ പരിശുദ്ധ വ്യക്തിത്വമായിരുന്നു. ഇതേപോലെ ഹസ്രത്ത് ഖദീജ, ഹസ്രത്ത് അലി, ഹസ്രത്ത് സെയ്ദ് ഇബ്നു ഹാരിസ് എന്നിവയുടെ സാക്ഷ്യങ്ങൾ ഞാൻ വിവരിച്ചു കഴിഞ്ഞു. അവരെല്ലാം അങ്ങയുടെ സത്യസന്ധത കണ്ട് സാക്ഷ്യം നൽകിയവരായിരുന്നു. ചുരുക്കത്തിൽ ഒരു നബിയുടെ സത്യസന്ധതയ്ക്കുള്ള ആദ്യത്തെ ആന്തരിക തെളിവ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. അത് തൻ്റെ അവസ്ഥയിലൂടെ സത്യസന്ധതയ്ക്ക് സാക്ഷ്യം നൽകുന്നു. ആ സാക്ഷ്യം അത്രത്തോളം ശക്തമാണ്. അത് നിലവിലുള്ളപ്പോൾ മറ്റൊരു അത്ഭുതത്തിൻ്റെയോ ദൃഷ്ടാന്തത്തിൻ്റെയോ ആവശ്യം പോലും വരുന്നില്ല. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനയത്തോടും ലാളിത്യത്തോടും കൂടി ജീവിക്കുന്നവരാണ് മുത്തക്കിങ്ങൾ എന്നാണ്. അവർ അഹങ്കാരത്തോടെ സംസാരിക്കുകയില്ല. ഒരു ചെറിയവൻ വലിയവനോട് സംസാരിക്കുന്നത് പോലെയായിരിക്കും അവരുടെ സംസാരം. എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. അള്ളാഹു ആരുടെയും കുത്തകയല്ല. അവൻ ശുദ്ധമായ തഖ്വയാണ് ആഗ്രഹിക്കുന്നത്. ആര് തഖ്വ സ്വീകരിക്കുന്നുവോ അവൻ ഉന്നതമായ പദവിയിലെത്തും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമോ ഏതെങ്കിലും പാരമ്പര്യത്തിലൂടെയല്ല ഈ ബഹുമതി നേടിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനപ്പെട്ട പിതാവ് ഹസ്രത്ത് അബ്ദുല്ല ഒരു മുശ്രിക്കായിരുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആളുകൾ ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതിനുള്ള മറുപടി ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ പിതാവ് മുശ്രിക്കായിരുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ പിതാവല്ല അവിടത്തേക്ക് നുബുവത്ത് നൽകിയത്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരുന്നു. അവിടുത്തെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന ആ സത്യസന്ധതകളാണ് ഈ അനുഗ്രഹത്തിന് കാരണമായത്. പ്രവാചകന്മാരുടെ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സത്യസന്ധതയും തഖ്വയും കാരണമാണ് മകനെ ബലി നൽകാൻ മടിക്കാത്തത്. അദ്ദേഹം തീയിലേക്ക് എറിയപ്പെട്ടു. ഈ സത്യസന്ധതയുടെ പേരിലാണ് അദ്ദേഹം തീയിൽ അകപ്പെട്ടതും. അവിടുന്ന് പ്രസ്താവിക്കുന്നു, നമ്മുടെ നേതാവും യജമാനനുമായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും നോക്കൂ. അവിടുന്ന് എല്ലാത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടു. പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചു. എങ്കിലും അവയൊന്നും കാര്യമാക്കിയില്ല. ഈ സത്യസന്ധതയും വിശ്വസ്തതയും കാരണമാണ് അള്ളാഹു അവിടുത്തെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചത്,
ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു വഅലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹും അവൻ്റെ മലക്കുകളും നിബിതങ്ങൾക്കായി സ്വലാത്തു ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും നിബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്തും സ്വലാമും ചൊല്ലുവിൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ അത്രമേൽ ഉന്നതമായിരുന്നുവെന്നും അവിടുത്തെ ഗുണവിശേഷങ്ങളെ പരിമിതപ്പെടുത്താൻ അള്ളാഹു ഒരു പ്രത്യേക വാക്കും ഉപയോഗിച്ചിട്ടില്ലെന്നും ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അവിടുത്തെ ഗുണങ്ങളെ അള്ളാഹു പരിമിതപ്പെടുത്തിയില്ല. വാക്കുകൾ ലഭ്യമായിരുന്നുവെങ്കിലും അവ ഉപയോഗിച്ചില്ല. അതായത് അവിടുത്തെ സൽപ്രവൃത്തികൾ പുകഴ്ത്താൻ വാക്കുകൾ അശക്തമായിരുന്നു. നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള സൽപ്രവൃത്തികളായിരുന്നു അവ. ഇത്തരമൊരു വചനം മറ്റൊരു പ്രവാചകന്റെ കാര്യത്തിലും ഉപയോഗിച്ചിട്ടില്ല. അവിടുത്തെ ആത്മാവിൽ അത്രത്തോളം സത്യസന്ധതയും പരിശുദ്ധിയും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രവൃത്തികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് കൃതജ്ഞത എന്ന നിലയിൽ നിബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു എന്നേക്കുമായി കൽപ്പിച്ചത്. അവിടുത്തെ ധീരതയും സത്യസന്ധതയും പരിശോധിച്ചാൽ അതിന് തുല്യമായൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. മസീഹിന്റെ കാലഘട്ടം നോക്കുക. അവിടുത്തെ ധീരതയും ആത്മീയ സത്യസന്ധതയും അനുയായികളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്ന് കാണാം. തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളെ ശരിയാക്കിയെടുക്കുക എന്നത് എത്ര പ്രയാസകരമായ കാര്യമാണെന്ന് ഏവർക്കും അറിയാം. ഉറച്ചുപോയ ശീലങ്ങൾ മാറ്റുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെക്കാൾ മോശമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ പരിഷ്കരിച്ചു. ചിലർ മൃഗങ്ങളെപ്പോലെ സ്വന്തം അമ്മയും പെങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്തവരായിരുന്നു. അവർ അനാഥകളുടെ സ്വത്ത് കൈവശപ്പെടുത്തിയിരുന്നു. മരിച്ചവരുടെ സ്വത്ത് ഭക്ഷിച്ചിരുന്നു. ചിലർ നക്ഷത്രങ്ങളെ പൂജിച്ചിരുന്നു. ചിലർ നിരീശ്വരവാദികളായിരുന്നു. മറ്റു ചിലർ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരായിരുന്നു. അറേബ്യൻ ഉപദ്വീപ് വിവിധ മതങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു. ഇതുകൊണ്ടുള്ള വലിയ ഗുണമെന്തെന്നാൽ ലോകത്ത് സാധ്യമായ എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും ദുരുപദേശങ്ങളെയും ഇല്ലാതാക്കാൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ ആഴമേറിയ ജ്ഞാനവും തീരുമാനവുമാണ് ജാഹിലിയത്ത് അതിൻ്റെ അന്ത്യഘട്ടത്തിലെത്തിയ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ആ മൃഗതുല്യരായ മനുഷ്യരെ അവിടുന്ന് മനുഷ്യരാക്കി മാറ്റി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വ ബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃക പിന്തുടരാനും ഖുർആനിലെയും അവിടുത്തെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സത്യസന്ധതയുടെ നിലവാരം ഉയർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.